ഒരു തുള്ളി പോലും എണ്ണയോ തൈരോ ഷുഗറോ ചേർക്കാതെ ഇതുപോലെ നിങ്ങൾ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ബലൂണ് പോലെ വീർത്ത ചപ്പാത്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, കുഴയ്ക്കേണ്ട, പരത്തേണ്ട, കൈകൊണ്ട് തൊടുക പോലും വേണ്ട. പഞ്ചാബികൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന നല്ലൊരു ഐഡിയ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനോടൊപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സ് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അത് ഈക്വൽ പാർട്സ് ആവാതെ ചിന്ന ചിതറി പോവാറുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ടിപ്പ്. ചില സമയത്ത് തേങ്ങയൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു മുറി വലുത് അല്ലെങ്കിൽ ഒരു മുറി ചെറുത്, അതല്ലെങ്കിൽ ചിന്നി ചിതറി പോവാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചുരുവയിൽ വെച്ച് ചിരണ്ടി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. തേങ്ങ നല്ല കറക്റ്റ് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചെടുക്കുന്നതിന് വേണ്ടി തേങ്ങ പൊട്ടിക്കുന്നതിന് മുമ്പ് നല്ല കട്ടിയുള്ള നൂലോ അല്ലെങ്കിൽ 1-2 റബ്ബർ ബാൻഡോ തേങ്ങയുടെ പുറത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നൂല് വെച്ച് കെട്ടുവാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ വരിഞ്ഞ് മുറുക്കി കെട്ടിക്കൊടുക്കണം. അതുപോലെ റബ്ബർ ബാൻഡ് ആണെങ്കിലും നല്ല ടൈറ്റ് റബ്ബർ ബാൻഡ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാനിവിടെ 2 റബ്ബർ ബാൻഡ് തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിക്കാനായിട്ട് വാക്കത്തിയോ ഹാമറോ ഒന്നും നോക്കി നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുക്കളയിലുള്ള ഈ ചട്ടുകം മാത്രം മതി നമ്മുടെ തേങ്ങ പൊട്ടിച്ചെടുക്കാനായിട്ട്. റബ്ബർ ബാൻഡ് ഇട്ടതിൻ്റെ അടുത്ത് തന്നെ ചട്ടുകം കൊണ്ട് ഇതുപോലെ 1-2 മുട്ട് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം. കണ്ടോ, നല്ല ഈക്വൽ പാർട്സ് ആയിട്ട് ഒട്ടും ചിതറി പോവാതെ തന്നെ നമ്മുടെ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അരി പൊടിക്കാനോ തേങ്ങ അരയ്ക്കാനോ ഒക്കെ ആയിട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മൾ മിക്സി യൂസ് ചെയ്യാറില്ലേ? അരയ്ക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്സിയും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഇതിൻ്റെയൊക്കെ മണം പിടിച്ച് ഉറുമ്പുകൾ വരാറുണ്ട്. ഇങ്ങനെ തേങ്ങയുടെയും അരിപ്പൊടിയുടെയും ഒക്കെ മണം പിടിച്ച് വരുന്ന ഉറുമ്പുകൾ മിക്സിക്കുള്ളിൽ കയറി പറ്റുകയും അവിടെ കൂട് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മിക്സി പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ ഉറുമ്പുകൾ ഒന്നുപോലും നമ്മുടെ മിക്സിയുടെ പരിസരത്തേക്ക് പോലും അടുക്കില്ല. അരയ്ക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയും പരിസരവും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഒരല്പം പൗഡർ മിക്സിയുടെ ചുറ്റിലും തട്ടിക്കൊടുത്താൽ മതി. ഇതിൻ്റെ സ്മെല്ല് കാരണം ഒറ്റ ഉറുമ്പ് പോലും മിക്സിയുടെ പരിസരത്തേക്ക് പോലും അടുക്കില്ല. തേങ്ങ ഒക്കെ ചുരണ്ടി എടുത്തതിന് ശേഷം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ചിരട്ട കൊണ്ടുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. വീട്ടമ്മമാർക്ക് കിച്ചണിൽ വളരെ പ്രയോജനകരമാവുന്ന ഒരു ടിപ്പാണിത്. ഇതിനു വേണ്ടി ഇതുപോലെ വലിയൊരു ചിരട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല ബലമുള്ള 2 റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട്. ഈ റബ്ബർ ബാൻഡ് രണ്ടും ചിരട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നിന് മീതെ ഒന്നായിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം നനഞ്ഞ് വെള്ളം ഒലിക്കുന്ന സ്ക്രബ്ബറില്ലേ, അത് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രബ്ബറിലെയും സ്പോഞ്ചിലെയും ഒക്കെ വെള്ളം മുഴുവനും താഴോട്ട് ഒഴുകി പോവുകയും അതെപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിനരികിൽ നമ്മൾ കൈ കഴുകാനായിട്ട് സോപ്പൊക്കെ വെക്കാറില്ലേ? ഇങ്ങനെ വെക്കുന്ന സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാനായിട്ട് ചിരട്ടയിൽ ഇതുപോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി. കുഴയ്ക്കാതെ പരത്താതെ കൈകൊണ്ട് തൊടുക പോലും ചെയ്യാതെ നല്ല ബലൂൺ പോലെ വീർത്ത ചപ്പാത്തി ഉണ്ടാക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. ഇതുപോലുള്ള നല്ല പൊള്ളച്ച ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റോ സോഡയോ ഷുഗറോ തൈരോ അതുമാത്രമല്ല ഒരു തുള്ളി എണ്ണ പോലും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചപ്പാത്തിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ബൗള് ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ സെയിം ബൗളിന് തന്നെ 1 ബൗൾ വെള്ളവും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വീതം മാവിലേക്ക് ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് കലക്കിയെടുക്കാം. ഒരു സ്പൂണോ വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്കിത് കലക്കിയെടുക്കാവുന്നതാണ്. ഒരു പാത്രം വെള്ളം കൊണ്ട് നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1.5 പാത്രം വെള്ളമാണ് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ച് കലക്കിയെടുക്കുന്നത്. ഓരോ ടൈപ്പ് ഗോതമ്പ് പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും. അതുകൊണ്ട് വെള്ളം കുറച്ച് വീതം ഒഴിച്ച് വേണം നമ്മുടെ മാവ് കലക്കിയെടുക്കാൻ. ഒരു പാത്രം ഗോതമ്പ് പൊടിയിലേക്ക് 1.5 പാത്രം വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ മാവ് ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഒരു ഇരുമ്പ് ചട്ടിയോ നോൺ സ്റ്റിക്ക് തവിയോ സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇരുമ്പ് ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരല്പം എണ്ണ തൂത്തതിന് ശേഷം 1 തവി മാവ് കോരി ഒഴിക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് തവയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എണ്ണ തൂക്കേണ്ട ആവശ്യം വരുന്നില്ല. 1 തവി മാവ് കോരി ഒഴിച്ചതിന് ശേഷം പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ ദോശയ്ക്കൊക്കെ പരത്തുന്നത് പോലെ ഒത്തിരി അങ്ങ് സ്പ്രെഡ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മെല്ലെ ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. പാത്രം നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ.
നമ്മൾ ഒഴിച്ച മാവിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 3-4 നിമിഷം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ തിരിച്ചിട്ട് 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയിൽ ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങി. ഇനി ഒരു തവി വെച്ച് നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം. ചപ്പാത്തിയുടെ സൈഡിൽ തവി കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അമർത്തുമ്പോൾ നമ്മുടെ ചപ്പാത്തി ബോൾ പോലെ നന്നായിട്ട് വീർത്ത് വരുന്നത് കാണാം. വളരെ എളുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. കുഴയ്ക്കാതെ പരത്താതെ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ ആർക്ക് വേണേലും ഇതുപോലെ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് തവി കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ബലൂൺ പോലെ നമ്മുടെ ചപ്പാത്തി വീർത്ത് വരും. ചപ്പാത്തി നന്നായിട്ട് വീർത്ത് വന്നതിന് ശേഷം വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയോ നെയ്യോ തൂത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളതും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഈ ചപ്പാത്തിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വ്യൂവേഴ്സ്.